ഇൻഷുറൻസിന്റെ ഏജൻസി വർക്ക് തുടങ്ങി അല്ലേ? തുടങ്ങി അപ്പൊ ഒരു എങ്ങനെയുണ്ട് കഴിഞ്ഞ ആഴ്ചത്തെ എന്റെ പ്രകടനം? അതൊന്നൊരു ടെസ്റ്റ് ഞാൻ കോട്ട് ചെയ്ത് പയ്യന്നൂർ ഓഫീസിലേക്ക് വിട്ട് കഴിഞ്ഞാൽ പോളിസി എടുക്കാൻ ഞാൻ പഠിച്ചില്ലേ. അപ്പൊ ഞാനിപ്പോ എനിക്ക് പുതിയതായിട്ട് അപ്പോയിന്റ്മെന്റ് കിട്ടിയ എൻ്റെ ഓഫീസിലാണ്, ഹസ്ബൻഡിന്റെ ഓഫീസിലിരുന്ന് ട്രെയിനിങ് ആണ് കേട്ടോ. പോളിസി എടുക്കേണ്ട കാര്യം, വാഹനങ്ങളുടെ പോളിസി എടുക്കേണ്ട കാര്യം പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. പോളിസി നമ്പർ അടിക്കണം എന്ന് പറഞ്ഞു, നോക്കട്ടെ. ഒരു റിന്യൂവൽ പോളിസിയാണ് ഇപ്പോൾ എടുക്കുന്നത് കേട്ടോ. കഴിഞ്ഞ കൊല്ലത്തെ അതിൻ്റെ പോളിസി നമ്പർ അടിച്ചു കൊടുത്തു, സെർച്ച് ക്ലിക്ക് ചെയ്യും. അപ്പോഴേ താഴേക്ക് സ്ക്രോൾ ചെയ്യുമ്പം പോളിസി ഉടമയുടെ പേര് വന്നു, അതിൽ ക്ലിക്ക് ചെയ്തു. ഇപ്പം ഞാനിങ്ങനെ ട്രെയിനിങ് എടുത്തുകൊണ്ടിരിക്കുക ഒരാഴ്ചയായിട്ടേ. അപ്പോഴാണ് കുറേ കാര്യങ്ങൾ മനസ്സിലായത്. വണ്ടിക്ക് ഫസ്റ്റ് പാർട്ട് ഇൻഷുറൻസ് ഉണ്ട്, തേർഡ് പാർട്ട് ഇൻഷുറൻസ് ഉണ്ട്. ഫസ്റ്റ് പാർട്ട് ഇൻഷുറൻസിന് പാക്കേജ് പോളിസി എന്ന് പറയും, മറ്റേത് ലയബിലിറ്റി പോളിസി എന്ന് പറയും. ലയബിലിറ്റി പോളിസി എടുത്താൽ വാഹനം ഓടിക്കുന്ന നിരത്തിലിറക്കി വാഹനം ഒരാൾ ഓടിക്കുമ്പോൾ ആ വാഹനം ചെന്ന് മുട്ടി വേറൊരാൾക്ക് ജീവഹാനി സംഭവിക്കുകയോ പരിക്കേൽക്കുകയോ ചെയ്താൽ അവർക്ക് കിട്ടാനുള്ള, തേർഡ് പാർട്ടിക്ക് കിട്ടാനുള്ള പോളിസിയാണ് തേർഡ് പാർട്ട് പോളിസി. അത് കമ്പൽസറി ആണ് നമ്മുടെ രാജ്യത്ത്. എന്നാൽ ഫസ്റ്റ് പാർട്ട് പോളിസി കമ്പൽസറി ആയിട്ടില്ല. അതുകൊണ്ട് തന്നെ അത് ചിലർ മാത്രമേ എടുക്കുന്നുള്ളൂ എന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. പക്ഷേ അതുകൂടി ഉണ്ടെങ്കിൽ നമ്മുടെ വാഹനത്തിന് എന്തെങ്കിലും തകരാറ് സംഭവിച്ചാൽ അത് ചെയ്തെടുക്കാനുള്ള, അത് റിപ്പയർ ചെയ്തെടുക്കാനുള്ള പൈസ കിട്ടുള്ളൂ. കറക്റ്റാണോ? ഞാൻ മനസ്സിലാക്കിയ കാര്യങ്ങൾ കറക്റ്റാണോ? 80% കറക്റ്റ് ഉള്ളൂ. ബാക്കി 20% പഠിപ്പിച്ചേ. തേർഡ് പാർട്ടി ഇൻഷുറൻസ് കമ്പൽസറി എന്ന് പറഞ്ഞാൽ തന്നെ ഫസ്റ്റ് പാർട്ടി ഇൻഷുറൻസും കമ്പൽസറി അല്ലെങ്കിലും ഒരു വാഹനമായി നമ്മൾ പുതിയതായിട്ട് വാങ്ങിയിട്ട് അതിനെന്തെങ്കിലും ഒരു ആക്സിഡന്റ് പറ്റി ഡാമേജ് പറ്റി കഴിഞ്ഞാൽ നമ്മൾക്ക് നഷ്ടം ഉണ്ടാവില്ലേ? ആ നഷ്ടം നിൽക്കേണ്ടത് നമ്മുടെ ഉത്തരവാദിത്തമല്ലേ? അതുകൊണ്ട് എല്ലാവരും പോളിസി ഫസ്റ്റ് പാർട്ട് തന്നെ എടുക്കും. പുതിയ വണ്ടിയാണെങ്കിൽ ഫസ്റ്റ് പാർട്ടി ഇൻഷുറൻസ് ഉണ്ട്. അതിൽ തന്നെ എൻഹാൻസ്മെന്റ് കവർ എന്നും പറഞ്ഞിട്ട് ബമ്പർ ടു ബമ്പറാണ് പുതിയൊരു വണ്ടി. ബമ്പർ ടു ബമ്പർ അതെന്നെ പഠിപ്പിച്ചതായിരുന്നു, ഞാൻ മറന്നുപോയതാ. ഈ ബമ്പർ ടു ബമ്പറിന്റെ പ്രത്യേകത എന്താ? ഒരു ആക്സിഡന്റ് പറ്റി കഴിഞ്ഞാൽ നമുക്ക് ഡാമേജ് വരുന്ന ഭാഗങ്ങൾ റിപ്പയർ ചെയ്യുമ്പോൾ അതിന്റെ എമൗണ്ട് ആൾമോസ്റ്റ് ഒരു 95% വരെ കിട്ടും. 100% കിട്ടേണ്ടതാണ്, പക്ഷെ ചെറിയ കട്ടിങ് വരും. ബമ്പർ ടു ബമ്പർ അല്ലെങ്കിൽ സാധാരണ ഇതിന് വണ്ടിയുടെ പഴക്കത്തിനനുസരിച്ച് അതിന്റെ മെറ്റൽ പാർട്സ് അല്ലെങ്കിൽ ഫൈബർ പാർട്സ് അല്ലെങ്കിൽ ഗ്ലാസ് പാർട്സ് അതിനൊക്കെ 20 അല്ലെങ്കിൽ 30% ഒക്കെ പഴക്കത്തിനനുസരിച്ച് നമുക്ക് ഡിപ്രിസിയേഷൻ കാരണം കിട്ടുന്നത് കുറയും അല്ലേ? അപ്പം ഒരു വാഹനത്തിൽ ഇൻഷുർ എടുക്കുമ്പോൾ ഒരു കസ്റ്റമർ എന്തൊക്കെ ശ്രദ്ധിക്കണം? പാക്കേജ് പോളിസി എടുക്കാൻ ശ്രദ്ധിക്കണം. പുതിയ വണ്ടിയാണെങ്കിൽ ബമ്പർ ടു ബമ്പർ എൻഹാൻസ്മെന്റ് കവർ തന്നെ എടുക്കണം. ബമ്പർ ടു ബമ്പർ എൻഹാൻസ്മെന്റ് കവർ എടുക്കണം. അതിൽ തന്നെ ഇപ്പോൾ ആഡ് ഓൺ കവറുകളായിട്ട് റോഡ് സൈഡ് അസിസ്റ്റൻസ്, കൺസ്യൂമബിൾസ് എന്നെല്ലാം പറഞ്ഞ് കുറച്ചുകൂടി ആഡ് ഓൺ കവറുകൾ കൂടി ഉൾപ്പെടുത്തിയാണ് ഇപ്പോൾ ശരിയാ റോഡ് ആക്സിഡന്റ് കവറേജ് 188 രൂപയുടെ പോളിസി, അതല്ലേ ഉദ്ദേശിച്ചത്? റോഡ് സൈഡ് അസിസ്റ്റൻസ് അതല്ല, വാഹനം ഒരു ബ്രേക്ക് ഡൗൺ ആയാൽ അവിടത്തേക്ക് വർക്ക്ഷോപ്പിലേക്ക് എത്തിക്കാൻ വേണ്ടി നമ്മൾ വണ്ടി മറ്റൊരു വണ്ടിയുടെ സഹായത്തോടെ അതിനുവേണ്ടി കിട്ടുന്ന അസിസ്റ്റൻസിനാണ് റോഡ് സൈഡ് അസിസ്റ്റൻസ് എന്ന് പറയുന്നത്. അത് ശരി, അങ്ങനെ ഒരു സംഭവം ഉണ്ടോ? റോഡ് സൈഡ് അസിസ്റ്റൻസ് അത് കണ്ടിട്ടുണ്ടല്ലോ. ഈ കാറൊക്കെ ആക്സിഡന്റ് പറ്റിയ വണ്ടി വലിയ വാഹനത്തിൽ കെട്ടി വലിച്ചോണ്ട് പോകും, അതിനുള്ള പൈസ കിട്ടുമോ? അതിനാണ് ടോയിങ് എന്ന് പറയുന്നത്. പിന്നെ നമ്മുടെ വർക്ക്ഷോപ്പുകാർ വന്നിട്ട് അതിന്റെ ഏജൻസികൾ വന്ന് വണ്ടി അപ്പൊ അതിന് നമ്മള് എക്സ്ട്രാ പേയ്മെന്റ് കെട്ടണോ? പോളിസി എമൗണ്ട് അഡീഷണൽ കൊടുക്കണം. അതെയോ? ആ എമൗണ്ട് ഫിക്സഡ് ആണോ അതോ ഓരോ വാഹനത്തിന്റെ ഇതനുസരിച്ച് വ്യത്യാസം ഉണ്ടോ? ചെറിയ വേരിയേഷൻ വരും. അപ്പൊ അത് ഞാനെന്നാ ഇതുവരെ ശ്രദ്ധിച്ചില്ല.
ഞാൻ ഇത് ശ്രദ്ധിച്ചായിരുന്നു, ഈ 188 രൂപയുടെ റോഡ് ആക്സിഡന്റ് കവറേജ്. ഇൻഷുറൻസിന്റെ ഏജൻസി വർക്ക് തുടങ്ങി അല്ലേ? തുടങ്ങി. അപ്പൊ ഒരു എങ്ങനെയുണ്ട് കഴിഞ്ഞ ആഴ്ചത്തെ എന്റെ പ്രകടനം? അതൊന്നൊരു ടെസ്റ്റ് ഞാൻ റിപ്പോർട്ട് ചെയ്ത് പയ്യന്നൂർ ഓഫീസിലേക്ക് വിട്ട് കഴിഞ്ഞാൽ പോളിസി എടുക്കാൻ ഞാൻ പഠിച്ചില്ലേ? അപ്പോൾ നിങ്ങൾ എന്നെ എങ്ങനെയാണ് വിലയിരുത്തുന്നതെന്നൊന്ന് പറഞ്ഞേ. ഒരാഴ്ച കൊണ്ട് ഞാൻ അത്രയും പഠിച്ചു, പ്രിന്റ് എടുക്കാൻ പഠിച്ചു. അപ്പോൾ ഒരു കസ്റ്റമർ വന്നു കഴിഞ്ഞാൽ ഫസ്റ്റിലേക്ക് ആദ്യമായിട്ട് ഒരു വണ്ടിയുടെ ഇൻഷുറൻസ് അടക്കാൻ വരുമ്പോൾ ആദ്യം നമ്മൾ ഫസ്റ്റ് എന്താ ചെയ്യുക? RC മേടിച്ച് നോക്കുക. ഫസ്റ്റ് RC മേടിക്കും, ഡ്രൈവിംഗ് ലൈസൻസ് മേടിക്കും, അതിനകത്ത് ഡീറ്റെയിൽസ് നോക്കും. പഴയ പോളിസി ഉണ്ടോ, ഡേറ്റ് കഴിഞ്ഞോ, ഇവിടെ വേറെ കമ്പനി ചെയ്തതായിരുന്നോ മുമ്പ്, അതോ ഇവിടെ ചെയ്തതാണോ, ഇതൊക്കെ നോക്കും. പിന്നെ ഞാൻ പറയും ലൈബിലിറ്റി പോളിസിയാണോ പാക്കേജ് പോളിസിയാണോ എന്ന് നോക്കും. പാക്കേജ് പോളിസി ആണെങ്കിൽ അതിനകത്ത് എൻഹാൻസ്മെന്റ് പോളിസി ആണോ എന്ന് നോക്കും. അല്ലേ? എൻഹാൻസ്മെന്റ് പോളിസി എന്ന് പറഞ്ഞാൽ ഞാൻ മനസ്സിലാക്കി വെച്ചിരിക്കുന്നത് ബമ്പർ ടു ബമ്പർ ആണോ എന്ന് നോക്കും. അപ്പൊ അവിടെ ഒരു ഡൗട്ട് ഉണ്ട്. ഈ ബമ്പർ ടു ബമ്പർ ആയിട്ട് ചെയ്ത് കഴിഞ്ഞാൽ കസ്റ്റമർക്കുള്ള ഗുണം എന്താണ്? ബമ്പർ ടു ബമ്പർ ആക്സിഡന്റ് എന്തെങ്കിലും പറ്റി കഴിഞ്ഞാൽ വണ്ടിയുടെ ഡാമേജ് പറ്റിയാൽ 100% കിട്ടുമെന്നാണ്. ബമ്പർ ടു ബമ്പർ എടുത്തു കഴിഞ്ഞാൽ എന്താന്ന് വെച്ചാൽ വണ്ടിക്ക് ആക്സിഡന്റ് പറ്റിയാൽ കംപ്ലീറ്റ് ചെലവും കിട്ടുമെന്നാണ് പറയുന്നത്. അല്ലേ? ചെറിയൊരു കട്ടിങ് ഉണ്ടാവും. 1000 അല്ലെങ്കിൽ 2000 റുപ്പീസ്, 1 ലക്ഷം രൂപയുടെ ഡാമേജ് പറ്റി കഴിഞ്ഞാൽ 2000 രൂപ മാത്രമേ പോകാൻ സാധ്യതയുള്ളൂ. ബാക്കി കിട്ടും. അപ്പൊ ഈ ബമ്പർ ടു ബമ്പർ അല്ലെങ്കിലോ? ഇല്ലെങ്കിൽ വണ്ടിയുടെ പഴക്കത്തിനനുസരിച്ച് എത്ര വർഷം പഴക്കമുള്ള വണ്ടിയാണ്, ഒരു 6 കൊല്ലം 7 കൊല്ലം പഴക്കമുള്ള വണ്ടിയാണെങ്കിൽ വണ്ടിയുടെ ഫൈബർ പാർട്സ്, മെറ്റൽ പാർട്സ് അങ്ങനെ തരംതിരിച്ചിട്ട് ഒരു 30% വരെയൊക്കെ ഡിപ്രിസിയേഷൻ വരും. ഓരോ പാർട്ടിന് സംഭവിച്ചിരിക്കുന്ന തേയ്മാനം വണ്ടിയുടെ പഴക്കം അനുസരിച്ച് നോക്കും. എന്നിട്ട് അതിനനുസരിച്ച് ഒരു വാല്യൂ അല്ലേ? അപ്പൊ അതിനനുസരിച്ചാണ് കിട്ടുന്നത്. അത് കൃത്യമായിട്ട് പറയാൻ പറ്റിയ ഗ്ലാസ് പാർട്സിന് അധികം കട്ടിങ് ഇല്ല. ഉദാഹരണത്തിന് വണ്ടിയുടെ മെയിൻ ഗ്ലാസ് ഒക്കെ പൊട്ടിപ്പോയാൽ ആ ഗ്ലാസ്സിന് ഒന്നും ഡിപ്രിസിയേഷൻ ഇല്ല. ഫൈബർ പാർട്സും മെറ്റൽ പാർട്സിനുമാണ് ഒരു 20 അല്ലെങ്കിൽ 30% അല്ലെങ്കിൽ പഴക്കത്തിനനുസരിച്ച് 40% വരെയൊക്കെ കട്ടിങ് വരും. 10 കൊല്ലം പഴക്കമുള്ള വണ്ടിയാണെങ്കിൽ അത്രയും വരും. ഓക്കെ. ഇനിയിപ്പോൾ ഞാൻ ഈ ഒരാഴ്ച കൊണ്ട് മനസ്സിലാക്കിയ ചില കാര്യങ്ങൾ അങ്ങോട്ട് പറയാം. ശരിയാണോ എന്ന് നോക്കിയിട്ട് തെറ്റുണ്ടെങ്കിൽ കറക്റ്റ് ചെയ്ത് തരിക. എന്നിട്ട് ഇന്നത്തെ ട്രെയിനിങ് ആരംഭിക്കാം. അല്ലേ? അപ്പം ഞാൻ മനസ്സിലാക്കിയെടുത്ത് ഈ ഇത്തരം പോളിസികൾ എടുക്കുന്നതിന് പുറമെ ഇവിടെ നിങ്ങളൊരു 188 എന്ന് പറഞ്ഞിട്ട് റോഡ് ആക്സിഡന്റ് കവറേജ് എന്ന് പറഞ്ഞ് എഴുതി വെച്ചിട്ടുണ്ടല്ലോ, അല്ലേ? അത് റോഡ് ആക്സിഡന്റ് പോളിസി എന്നാണ് പറയുക. റോഡ് ആക്സിഡന്റിന് വേണ്ടി സംരക്ഷണം കിട്ടുന്നത്. അതായത് ഒരു 2 വീലറിന്റെ ഇൻഷുറൻസിനോടൊപ്പം 2 വീലർ ഓടിക്കുന്ന ആൾക്ക് സാധാരണഗതിയിൽ ഒരു അപകടത്തിൽ പരിക്ക് പറ്റിയാൽ ചികിത്സിക്കാൻ ഒന്നും കിട്ടില്ല. വണ്ടിയാണ് ഇൻഷുർ ചെയ്യുന്നതും അതേമാതിരി മൂന്നാമതൊരു വ്യക്തിക്കാണ് കവറേജ്. RC ഓണറെ സംബന്ധിച്ചിടത്തോളം ഇവിടെ യാതൊരു കവറേജും ഇല്ല. തേർഡ് പാർട്ടി ആണെങ്കിൽ മരിച്ചു പോയാൽ ഒരു 15 ലക്ഷം രൂപ കിട്ടേണ്ടതുണ്ട്. പക്ഷേ അത് അതിന് പുറമെ ഇപ്പോൾ ഒരു പരിക്ക് പറ്റി ഒരു 50,000 രൂപ ചികിത്സിക്കേണ്ടി വന്നാൽ അല്ലെങ്കിൽ 1 ലക്ഷം രൂപ ചികിത്സിക്കേണ്ടി വന്നാൽ കൈ നിറക്കേണ്ടി വരും. അപ്പോഴാണ് ഈ റോഡ് സുരക്ഷാ പോളിസിയുടെ പ്രയോജനം കിട്ടുന്നത്. 188 രൂപയാണ് അതിന് വരുന്നത്. അപ്പോൾ 1 ലക്ഷം രൂപ വരെ ചികിത്സിക്കാനും കിട്ടും. അതേമാതിരി ഇനി ഇൻ കേസ് ആള് മരിച്ചു പോയാൽ അല്ലെങ്കിൽ അംഗവൈകല്യം പറ്റി 100% നമുക്ക് പരിക്ക് പറ്റി എന്നുള്ള അവസ്ഥയിൽ 100% ഡിസേബിൾ ആയാലും നമുക്ക് ഈ പറയുന്ന 1 ലക്ഷം രൂപ വരെ കിട്ടും. 1 ലക്ഷം രൂപ വരെ ശ്രദ്ധിച്ചോളൂ. വെറും 188 രൂപ അടച്ച് റോഡ് സുരക്ഷാ പോളിസി എടുത്താൽ 1 ലക്ഷം രൂപ വരെ റോഡ് ആക്സിഡന്റിൽ ട്രീറ്റ്മെന്റിനായിട്ടുള്ള കവറേജ് കിട്ടും. ഇപ്പം ഞാനിവിടെ ഒരാഴ്ച വന്നിരുന്നിട്ടേ വാഹന ഇൻഷുറൻസ് വന്നു, തേർഡ് പാർട്ടി ഇൻഷുറൻസ്, പാക്കേജ് പോളിസി, അതായത് ഫസ്റ്റ് പാർട്ട് അത് കണ്ടു. പിന്നെ ഹെൽത്ത് ഇൻഷുറൻസ് ചെയ്യാൻ വരുന്നത് കണ്ടു. പിന്നെ വീട് ഇൻഷുർ ചെയ്യാൻ വരുന്നത് കണ്ടു. ഒരു കസ്റ്റമർ മാത്രം. അപ്പം അങ്ങനെ നമുക്ക് നമ്മുടെ ജീവനും സ്വത്തും അല്ലേ, വസ്തുവകകളും വാഹനവും എല്ലാം ഇൻഷുർ ചെയ്യാൻ താല്പര്യമുള്ളവർ ഈ ഓഫീസിലേക്ക് വന്നാൽ നമ്മൾ ചെയ്തു കൊടുക്കും, ഇല്ലേ? ജനറൽ ഇൻഷുറൻസ്. അപ്പോൾ ഈ വീടൊക്കെ ഇൻഷുർ ചെയ്യേണ്ടത് വലിയൊരു ആവശ്യം തന്നെയാണ് കേട്ടോ. വയനാട്ടിൽ കഴിഞ്ഞ കൊല്ലം വെള്ളപ്പൊക്കം വന്നില്ലേ? എവിടെ എപ്പോഴും എന്തും സംഭവിക്കാം. പ്രകൃതി ദുരന്തങ്ങൾ, അതുപോലെ തന്നെ ഷോർട്ട് സർക്യൂട്ട് മൂലമുള്ള വൻ തീപിടുത്തം ഇപ്പോൾ നടന്നില്ലേ കോഴിക്കോട്, അല്ലേ? അപ്പോൾ വീടുകൾ, അതുപോലെ സ്ഥാപനങ്ങൾ, ഫാക്ടറികൾ,
എല്ലാം ഇൻഷുർ ചെയ്തുകൊണ്ട് ഒരു സുരക്ഷിത വലയത്തിൽ ഇരിക്കുക എന്നുള്ളത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമല്ലേ. അതായത് ഇപ്പോൾ ലൈഫ് ഇൻഷുറൻസ്, ജനറൽ ഇൻഷുറൻസ്, ഹെൽത്ത് ഇൻഷുറൻസ്, ഇങ്ങനെ 3 തരത്തിലാണ് ഇൻഷുറൻസിൻ്റെ ഇപ്പോൾ വിഭജിച്ചിരിക്കുന്നത്. അതായത് ലൈഫ് ഇൻഷുറൻസ് എന്ന് പറഞ്ഞാൽ LIC പോലുള്ള സ്ഥാപനങ്ങൾ ജീവനെയാണ് ഒരു മനുഷ്യന്റെ ജീവനാണ് ഇൻഷുർ ചെയ്യുന്നത്. അതെ, എന്തെങ്കിലും മനുഷ്യജീവന് അപ്രതീക്ഷിതമായിട്ട് എന്തെങ്കിലും സംഭവിച്ചാൽ ബാക്കി ജീവിച്ചിരിക്കുന്നവർക്ക് അതിന് ബുദ്ധിമുട്ട് വരാതിരിക്കാൻ വേണ്ടിയുള്ള നഷ്ടപരിഹാരം കിട്ടാൻ വേണ്ടിയാണ് ലൈഫ് ഇൻഷുറൻസ്. അതേപോലെ തന്നെ നമ്മളുടെ സ്വത്തുവകകൾ, അതായത് നമ്മളുടെ വീട് അല്ലെങ്കിൽ വാഹനങ്ങൾ, അതേമാതിരിയുള്ള എന്ത് പ്രോപ്പർട്ടിയും ഇൻഷുർ ചെയ്ത് സംരക്ഷിക്കാൻ പ്രകൃതിക്ഷോഭങ്ങൾ, തീപിടുത്തം, വെള്ളപ്പൊക്കം, അങ്ങനെ ഏത് തരത്തിലുള്ള കലാമിറ്റീസും നാശനഷ്ടങ്ങൾ വന്നാലും നമുക്കതിനെ ചെറുത്ത് നിൽക്കാൻ വേണ്ടിയിട്ടാണ് ജനറൽ ഇൻഷുറൻസ് എന്ന കമ്പനി ഇത്തരം ഇൻഷുറൻസുകൾ കൊണ്ടുവന്നിരിക്കുന്നത്. ഇപ്പോൾ ഒരു പശു ഉണ്ടെങ്കിൽ പശുവിനെ തന്നെ ഇൻഷുർ ചെയ്യാം, ജീവികളെ ഇൻഷുർ ചെയ്യാം. അതേമാതിരി വാഹനവകകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊക്കെ ഇൻഷുർ ചെയ്യാം. ഏതൊരു വാഹനങ്ങളും ഇൻഷുർ ചെയ്യാം. പിന്നെ അതേമാതിരി വീട്ടിലെ ഉപകരണങ്ങൾ എല്ലാം ഇൻഷുർ ചെയ്യാം. അതിനെയാണ് ജനറൽ ഇൻഷുറൻസ് എന്ന കാറ്റഗറിയിൽ പെടുത്തിയിരിക്കുന്നത്. അതേപോലെ തന്നെയാണ് മൂന്നാമതൊരു കാറ്റഗറിയാണ് ഹെൽത്ത് ഇൻഷുറൻസ്. നമ്മളുടെ ആരോഗ്യം ഉള്ള സമയത്ത് നമ്മളൊരു ഹെൽത്ത് ഇൻഷുറൻസ് എടുത്ത് വയ്ക്കുകയാണെങ്കിൽ എന്തെങ്കിലും അപ്രതീക്ഷിതമായിട്ടൊരു അപകടമോ രോഗങ്ങളോ വന്ന് നമുക്ക് ഹോസ്പിറ്റൽ വാസം വേണ്ടി വരുന്നൊരു സാഹചര്യം വന്നാൽ അന്ന് നമുക്ക് ദുഃഖിക്കേണ്ട ആവശ്യം വരില്ല. ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കണം അല്ലേ? എന്താണ് നാളെ എന്ന് ലോട്ടറിക്കാർ പറയുന്ന പോലെ പറഞ്ഞുകൊണ്ടിരുന്ന സംഭവിക്കും. നാളെ എന്ന് പറഞ്ഞാൽ നമുക്കിപ്പോൾ ഇന്നത്തെ കാര്യത്തിൽ മാത്രമേ ഉറപ്പുള്ളൂ. നാളെ ഇപ്പൊ എന്താ സംഭവിക്കുന്നത് അറിയാൻ പറ്റും. ഇന്നത്തെ കാര്യത്തിൽ പൂർണ്ണമായിട്ട് ഉറപ്പൊന്നുമില്ല. ഈ നിമിഷത്തിൽ മാത്രമേ ഉറപ്പുള്ളൂ. അടുത്ത നിമിഷം എന്താന്ന് പറയാൻ പറ്റില്ല. അടുത്ത നിമിഷം നമുക്ക് എന്തൊക്കെ സംഭവിക്കാം, ലോകത്ത് ഓരോ നിമിഷവും എന്തൊക്കെ മാറ്റങ്ങൾ വരുന്നുണ്ട്, എന്തൊക്കെ പ്രശ്നം ഉണ്ടാവുന്നുണ്ട്. അപ്പൊ ഇതിനെയൊക്കെ നമുക്ക് മുൻകൂട്ടി അറിയാൻ പറ്റാത്തതുകൊണ്ടാണ് നമ്മൾ അതിനെ കണ്ടുകൊണ്ട് ഭാവിയിലേക്ക് എന്തെങ്കിലും ഒരു പ്രശ്നം വരുമെങ്കിൽ അതിനെ നേരിടുവാൻ തയ്യാറാകാൻ വേണ്ടിയാണ് നമ്മൾ ഇന്ന് ഇൻഷുർ ചെയ്യുന്നത്. അപ്പൊ നമ്മുടെ ആരോഗ്യമാണ് ഇൻഷുർ ചെയ്യുന്നത്, ഹെൽത്ത് ഇൻഷുറൻസ്. അപ്പൊ ആരോഗ്യം ഉള്ളപ്പോഴേ അതായത് ഹെൽത്തിനെയാണ് ഇവിടെ ഇൻഷുർ ചെയ്യുന്നത്. ആരോഗ്യ പ്രശ്നങ്ങൾ വന്ന ശേഷം എവിടെയെങ്കിലും വന്ന് ഇൻഷുറൻസ് എടുക്കാൻ പറ്റുമോ? വാഹനം അപകടം പറ്റിയ ശേഷം ഇൻഷുറൻസ് എടുക്കാൻ പറ്റുമോ? അതുകൊണ്ടാണ് ഇതൊക്കെ നല്ല കണ്ടീഷനുള്ള സമയം. അതുപോലെ തന്നെ ഹെൽത്ത് ഇൻഷുറൻസ് പോളിസി എടുക്കുമ്പോൾ ഞാൻ നിങ്ങളുടെ കൂടെ കൂടി കണ്ടും കേട്ടും പഠിച്ച അനുഭവത്തിൽ പറയുകയാണ്, ശരിയല്ലെങ്കിൽ തിരുത്തിക്കൊള്ളണം. ആദ്യം തന്നെ നമ്മൾ പോളിസി എടുക്കുമ്പോൾ നമുക്ക് സഫീഷ്യൻ്റ് ആയ ഒരു എമൗണ്ടിനുള്ള സംഭവം അവിടെ എടുത്തിരിക്കണം. കാര്യം അസുഖം വന്നു കഴിഞ്ഞാൽ ടോപ്പപ്പ് ചെയ്യാൻ വേണ്ടിയല്ല. അതാണ് നമ്മുടെ ആരോഗ്യ പ്രശ്നങ്ങൾ വന്ന ശേഷം പലപ്പോഴും നമുക്ക് തോന്നും കുറച്ചുകൂടി കൂടിയ എമൗണ്ടിന്റെ പോളിസി എടുക്കാം. പക്ഷെ ഇവിടെ നോട്ട് ചെയ്യണം, നമുക്കൊരു ആരോഗ്യ പ്രശ്നങ്ങൾ വന്നു കഴിഞ്ഞാൽ ലോകത്തുള്ള ഒരു ഇൻഷുറൻസ് കമ്പനിയും പിന്നീട് നമുക്ക് പോളിസി തരണം നിർബന്ധമില്ല. തന്നാൽ തന്നെ പല ഉപാധികൾ പ്രകാരമായിരിക്കും തരിക. പുതിയ പോളിസി എടുക്കാനും പിടിയല, എടുത്ത പോളിസിയിൽ സം അഷ്വേർഡ് കൂട്ടാനും പിടിയല അല്ലേ? അതുകൊണ്ട് നല്ല ആരോഗ്യമുള്ളപ്പോൾ നമ്മൾ ഒരു ഇൻഷുറൻസ് കമ്പനിയുടെ ഒരു ഓഫീസ് സന്ദർശിച്ച് അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവരായിട്ട് കോൺടാക്ട് ചെയ്ത് നല്ല ഒരു പ്ലാൻ എന്താണെന്ന് പഠിക്കണം. അതുപോലെ തന്നെ കുറച്ച് ചെറുപ്പത്തിലേ എടുക്കണം വേണ്ടേ? എന്നാൽ അതിനനുസരിച്ച് സീനിയോറിറ്റി വരുമ്പോഴേ എല്ലാ രോഗങ്ങൾക്കും കവർ കിട്ടുള്ളൂ. തന്നെയുമല്ല, ഒരു 60 വയസ്സൊക്കെ കഴിഞ്ഞ് നമ്മൾ പോളിസി എടുക്കാൻ പോയാൽ ഭയങ്കര നടപടിക്രമങ്ങളാണ്. ശരിയാണോ? അതിന് വളരെ പറഞ്ഞത് നമുക്ക് പോളിസി എടുക്കാൻ പറ്റിയ നല്ല സമയം ചെറുപ്പം തന്നെയാണ്. അതായത് ഉദാഹരണത്തിന് ഇപ്പം പറയുകയാണെങ്കിൽ ഒരു 25-30 വയസ്സുള്ള ഒരു യുവാവ്, അവൻ നല്ലൊരു ജോലി കിട്ടി. അവൻ ജോലി കിട്ടിയ പോലെ തന്നെ ഒരു ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കാം. ചെറിയ പൈസ വരുന്നുള്ളൂ, വലിയ എമൗണ്ടിന് പക്ഷെ ചെറിയ പൈസ വരുന്നുള്ളൂ. പ്രായം കൂടുമ്പോൾ എമൗണ്ട് കൂടും. അതിനുശേഷം ജോലി കിട്ടിയ ശേഷം ഒരു വിവാഹം നടക്കുന്നു, വിവാഹത്തിന് ശേഷം കുട്ടികൾ ഉണ്ടാകുന്നു. അവരെയൊക്കെ നമ്മൾ പോളിസിയിലേക്ക് ഭാര്യയും കുട്ടികളൊക്കെ നമുക്ക് ആഡ് ചെയ്തുകൊണ്ട് സുരക്ഷിതമായ ഒരു ഹെൽത്ത് ഇൻഷുറൻസ് ഇന്നത്തെ കാലത്ത് ആവശ്യമാണ്. എപ്പോഴാണ് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു, ഒരു അപകടം സംഭവിക്കുന്നു പറയാൻ പറ്റാത്തതുകൊണ്ട് എപ്പോഴും നമ്മൾ അങ്ങനെ പ്ലാൻ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഒരു പ്രശ്നം എന്തെങ്കിലും നേരിടേണ്ടി വന്നാൽ നമ്മൾ വളരെ ഈസി ആയിട്ട് ഇൻഷുറൻസിന്റെ സഹായത്തോടെ നമ്മൾ ആ പ്രതിസന്ധി അതിജീവിക്കാൻ സാധിക്കും. ഇതിനെയാണ് പ്ലാനിങ് എന്ന് പറയുന്നത്. അപ്പം നമുക്ക് ഈ വീഡിയോയുടെ വൈൻഡപ്പ് ചെയ്തിട്ട് ട്രെയിനിങ് സെഷൻ പൂർത്തിയാക്കാം. പിന്നെ നമുക്ക് ഓരോ ദിവസവും കുറച്ചായിട്ട് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാം. അപ്പം എന്നിട്ട് ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യുമ്പോൾ പറയാനുള്ള 1-2 പോയിന്റ്സ് ആണ്. എത്രയും നേരത്തെ ആരോഗ്യമുള്ളപ്പോൾ ഒരു ഹെൽത്ത് ഇൻഷുറൻസ് പോളിസി എടുക്കുക. അതുപോലെ തന്നെ അതിലൊരു കാര്യം കൂടി ശ്രദ്ധിക്കണം,
എപ്പോഴും അവൈലബിൾ ആയിട്ടുള്ള, ഇതിനെക്കുറിച്ച് ഏറ്റവും അധികം എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരു സീനിയർ ഏജന്റിന്റെ അടുത്തുനിന്ന് തന്നെ പോളിസി എടുക്കാൻ ശ്രദ്ധിക്കണം. അല്ലെങ്കിൽ പിന്നെ ക്ലെയിം കിട്ടാൻ നേരത്ത് പരക്കം പായേണ്ട അവസ്ഥ വരും. ആര്, എന്ത്, എവിടെ എന്ന് പറഞ്ഞ് നെട്ടോട്ടോടേണ്ടി വരും. അതുപോലെ വാഹന ഇൻഷുറൻസ് എടുക്കുമ്പോഴാണെങ്കിലും ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഒരു 500 രൂപ അല്ലെങ്കിൽ 1000 രൂപ താൽക്കാലിക ലാഭം നോക്കിയിട്ട് എവിടെ നിന്നൊക്കെയോ പോളിസി എടുത്തിട്ട് പോളിസി ഉണ്ട് എന്ന് പോലീസിനെ ബോധ്യപ്പെടുത്താൻ മാത്രം ഒരു പോളിസി എടുത്തുകൊണ്ട് വാഹനം ഓടിക്കുമ്പോൾ ഒരു അപകടം ഉണ്ടായിക്കഴിഞ്ഞാൽ അപ്പോഴേ തക്കതായ സമയത്ത് ഇടപെട്ട് അതിൻ്റെ ക്ലെയിം വാങ്ങിത്തരാൻ പരിപൂർണ ഉത്തരവാദിത്വമുള്ള ഒരു ഏജന്റിനെ സമീപിച്ച് പോളിസി എടുത്താൽ മാത്രമേ കാര്യം ഭംഗിയായിട്ട് പോകുള്ളൂ. അല്ലെങ്കിൽ അന്നേരം നെട്ടോട്ടം ഓടേണ്ടി വരും. ശരിയല്ലേ? പല അനുഭവങ്ങളും ഇവിടെ നമുക്ക് ഡെയിലി വരാറുണ്ട്. ഓൺലൈനിൽ നിന്ന്, ഇപ്പോഴത്തെ പുതിയ ട്രെൻഡാണല്ലോ ഓൺലൈനിൽ നിന്ന് പോളിസി എടുക്കുക. ഓൺലൈനിൽ നിന്ന് പോളിസി എടുത്ത ശേഷം പിന്നീട് ആവശ്യം വരുമ്പോൾ നമ്മളിപ്പോൾ ഒരു ഓഫീസിലുള്ളവരെ സമീപിക്കാവുന്ന ധാരാളം സംഭവം ഉണ്ടായിരുന്നു. അപ്പോൾ ഓൺ എയറിൽ നിൽക്കും, ഓൺലൈനിൽ പോളിസി എടുത്തിട്ട് ഓൺ എയറിൽ നിൽക്കും. അവർ പറയുന്നത് കസ്റ്റമർ സർവീസ് ഒക്കെ കിട്ടുന്നതാണ്. പക്ഷെ അത് എത്രത്തോളം 100% നമുക്ക് ആവശ്യത്തിന് ഉപകരിക്കുക എന്നുള്ളത് അനുഭവത്തിലേ പഠിക്കാൻ പറ്റും. കിട്ടുമായിരിക്കും. അപ്പം അത്തരക്കാര് അനുഭവിച്ച് തന്നെ പഠിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യാം. അപ്പോൾ ഹെൽത്ത് ഇൻഷുറൻസും വാഹന ഇൻഷുറൻസും പിന്നെ എന്താണ് സ്ഥാപനങ്ങൾ, വീട്, അതുപോലെ തന്നെ ജീവിവർഗങ്ങൾ, ലൈഫ്, എല്ലാം നിങ്ങളുടെ ലൈഫും സ്ഥാവര ജംഗമ വസ്തുക്കളും എല്ലാം ഇവിടെ ഇൻഷുർ ചെയ്യപ്പെടുന്നതാണ്. ആവശ്യമുള്ളവർ കോൺടാക്ട് ചെയ്യുക. ഞാൻ ഈ വീഡിയോയിൽ കോൺടാക്ട് നമ്പർ കൊടുക്കാം. അപ്പോൾ ഓക്കെ, ഇനി മറ്റൊരു വീഡിയോയിൽ കാണാം. അതുവരെ ബൈ.